ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിയിഞ്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ 1.5 കപ്പ് ഇഞ്ചി ചെറുതായി എരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയ നാരങ്ങ വലുപ്പമുള്ള പുളി, 1 കപ്പ് ശർക്കര, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയുമാണ് നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പുളി ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. പുളിയുടെ ടേസ്റ്റ് എപ്പോഴും മുന്നിലായിരിക്കണം പുളിയിഞ്ചിക്ക്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പുളി ഊട്ടിക്കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. ഇഞ്ചിയുടെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കുക. ഇഞ്ചി അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. തീ എപ്പോഴും കുറച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. നല്ലതുപോലെ ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പാകം നോക്കി ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പുളിയിഞ്ചി നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പുളി കുതിർക്കാൻ വേണ്ടി ഞാൻ 2.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം പുളിയിഞ്ചി വെക്കും തോറും അത് ആവശ്യത്തിന് തിക്കാവാറുണ്ട്. സദ്യക്ക് വേണ്ടി പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തലേ ദിവസമേ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോഴാണ് പുളിയിഞ്ചിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞു.